ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണന്മാർക്ക്. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ വഡോദരയിലാണ് ഉള്ളത്. ഇതൊരു 1 ഇയർ ആയിട്ടുള്ളൊരു ജർമ്മൻ ഷെപ്പേർഡാണ്. ഇവനെ ട്രെയിൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒപ്പം വരുന്നതായിട്ട് മുമ്പ് ഇവൻ നല്ല അഗ്രസീവായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ ബാക്കിലൊരു വീഡിയോ ഉണ്ടാവും. നല്ല അഗ്രഷനായിരുന്നു. ഇപ്പോൾ നമ്മൾ അവനെയും കൊണ്ടിട്ട് ട്രാവൽ ചെയ്ത് പോവുകയാണ് ഇവരുടെ പ്ലേസിലോട്ട്. ഇവൻ്റെ ട്രെയിനിങ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 5 ഡേയ്സാണ്. അഗ്രഷനൊക്കെ ഉള്ള ഡോഗാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 5 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെയാണ് ഇവൻ, സൂറത്തിലുള്ളതാണ്. നമ്മളിവിടെ ഗുജറാത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാണ്. നമ്മൾ ഓണറുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ അടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓണറുടെ അടുത്തും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ പലരുടെ അടുത്തും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആവണുണ്ടാവും. അഗ്രസീവ് ഡോഗായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഹാൻഡ്ലേഴ്സിൻ്റെ അടുത്തും കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡോഗ് ഓപ്പോസിറ്റ് അഗ്രഷൻ കാണിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എനിമൽ അഗ്രഷൻ വിത്ത് ഹ്യൂമൻ അഗ്രഷൻ ആയിരുന്നു ഉണ്ട്. നല്ല രീതിയിൽ അഗ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് പഴയ വീഡിയോ നോക്കുമ്പോൾ അറിയാം. നോക്കാണ്ട് വണ്ടിയിലോട്ട് തന്നെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആയുഷിനെ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഡോഗ് നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ടോ, ഫിയർ വിത്ത് അഗ്രഷനൊക്കെ ഉണ്ട്, ഫിയർ അഗ്രഷനുണ്ട്. അപ്പോൾ കോൺഫിഡൻസും ബിൽഡ് ചെയ്യണം, ആ ഫിയറിനെ ഇല്ലാണ്ടാക്കണം. ഇതാണ് ഓണർ കേട്ടോ. അവൻ്റെ ഓണർ ഫസ്റ്റ് ടൈമാണ്. ഇതിനായിട്ട് നല്ല രീതിയിൽ ആൾ മൂവ് ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ടൈമിൽ ആളവിടെ നിൽക്കണില്ല, ആൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പേടിയുണ്ടാവും ഓണേഴ്സിന്. നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാണ്ട് ആൾ മൂവ് ചെയ്തൊക്കെ തുടങ്ങി. ഇത് ആ 5 ഡേയ്സ് തന്നെയുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡൻറ്റിനെ കാണിച്ചത് അവൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനറാണ്. ആൾ പുതിയൊരാളാണ്. എൻ്റെ മെയിൻ പ്രോബ്ലം ഇവനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കേണ്ടായിരുന്നില്ല കേട്ടോ. ഔട്ട് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ സിറ്റ് പറഞ്ഞാൽ സിറ്റ് ആവില്ല, ഡൗൺ പറഞ്ഞാൽ ഡൗൺ ആവില്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് കേട്ടോ ആൾ. നല്ലൊരു വർക്കിംഗ് ലൈനായിട്ടുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡാണ്. നോർമലായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബിഹേവിയറിങ് തന്നെയാണിത്. ഈ അഗ്രഷൻ കുറച്ചൊക്കെ കാണിക്കുന്നത്. സോഷ്യലൈസേഷൻ്റെ കുറവാണ്. ആളൊക്കെ IT ജോബാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ അധികം ടൈം കിട്ടില്ല അവർക്ക്. പിന്നെ കൊണ്ടുപോകുമ്പോൾ ലിഫ്റ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം ആളുടെ ഓണർക്കും ട്രെയിനിങ് നമ്മൾ ഫുള്ളായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ബിഹേവിയറിങ്ങിനെ കുറിച്ചിട്ടും ഇനി എക്സ്പെഷ്യലി 2 ഇയർ 3 ഇയറിലൊക്കെ ഇവൻ്റെ ബിഹേവിയറിൽ എന്തെല്ലാം ഇതുകൾ വരാം, അപ്പോൾ എങ്ങനെയൊക്കെ ഇവനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫിഡൻസ് വരാൻ, എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എല്ലാ വക സ്ഥലങ്ങളും, എല്ലാം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല റഷുള്ള ഏരിയകളും നല്ല ഡിസ്ട്രാക്ഷനുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മോർണിംഗ് വേറെയുള്ള സ്ട്രീറ്റ് ഡോഗുകളായിട്ട് ഭയങ്കര അഗ്രഷനായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് ഫ്രണ്ട്ലി ആവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റീകോൾ നല്ല രീതിയിലാക്കി വയ്ക്കുക, നമുക്ക് അവരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിടാം. പിന്നെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭാഗ്യം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോഷ്യലൈസേഷനൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഡോഗിൻ്റെ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് വായിക്കാൻ അഡോപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ആ സമയത്ത് ഇത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഈ സമയത്തൊക്കെ നമ്മൾ സോഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്മാർട്ടായിട്ട് തന്നെ വിടണം. ആള് റീകോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് റിട്ടേൺ ഹോൾഡ് ചെയ്ത് നോക്കാണ്. ആള് ഫ്രീ ആക്കാനൊക്കെ പഠിക്കുകയാണ്. വായിക കളിക്കാൻ നോക്കാം. ഇത് മോർണിംഗിൽ തന്നെ ഞങ്ങൾ വാക്കിങ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് എടുക്കാം. ഫ്രീ ആക്കാൻ പഠിപ്പിക്കണ്ട. നല്ല സ്മാർട്ടായിട്ടാണ് ആൾ. നമ്മൾ ഹോൾഡ് ചെയ്ത് നടക്കാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഫ്രീ ആക്കാനും പഠിപ്പിക്കണം. അതിനുള്ള ഇൻഡിക്കേഷൻ എന്താണ്. അപ്പോൾ ആ ഫസ്റ്റ് ഡേ നിന്ന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആളുടെ ഓണറുടെ ബോഡി ലാംഗ്വേജും
ഡോഗിൻ്റെ മൂവിങ് ഒക്കെ സ്മാർട്ടായിട്ട് തന്നെ ഡോഗ് മൂവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോഗ് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്, ഓരോ ബിഹേവിയറിങ് പ്രോബ്ലംസുകൾ വരുന്നതും നല്ല ബിഹേവിയറിങ് ആണെങ്കിൽ ഹൈപ്പറൊക്കെ അതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നത്, എന്താണ് അതിൻ്റെ റീസൺ, അതിനെ അവോയ്ഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് അഡ്വാൻസ് ആയിട്ട് കമാൻഡുകൾ പറയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഔട്ട് സൈഡിൽ ഓഫ് ലീഷ് ആകുമ്പോൾ പല ഡിസ്ട്രാക്ഷനുകളും വരും. അത് പല അനിമൽസ് ആവും, ചിലതിന് എക്സ്പെഷ്യലി കൗകളാവും, ഡോഗുകളാവും, ചിലർക്ക് ഹ്യൂമൻസ് ആവും. അതിനൊക്കെ വാണിംഗ് കമാൻഡുകൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പഠിക്കണം. അത് ഓണറടക്കം നല്ല രീതിയിൽ പഠിക്കണം. എന്നാലാണിത് 5 to 10 ഡേയ്സിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഹ്യൂമൺ അഗ്രഷനും അനിമൽ അഗ്രഷനും നല്ല പോലെ ഉണ്ട്. നല്ല ഹൈപ്പറാണ് ഡോഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 10 ഡേയ്സ് ആവശ്യം വരുള്ളൂ കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ഡേയ്സിൽ തന്നെ നോക്കാം. പിന്നെ ഓരോ ഓണേഴ്സിൻ്റെ കപ്പബിലിറ്റി പോലെ ഇരിക്കും. ഈ സമയത്തൊക്കെ ഇവിടെ വെച്ചൊന്ന് ഫ്രീ ആക്കാൻ വേണമെന്ന് വെച്ചാൽ ഇല്ലെങ്കിലും ഡോഗ്സ് 2 ദിവസമായിട്ട് അടുപ്പിച്ച് വരുന്ന കാരണം കൊണ്ട് ഇത് പഠിച്ചു കിട്ടാം. ഈ റൊട്ടി കറക്റ്റായിട്ട് അവിടെ പോകണം. ഭാഗ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അഡ്വാൻസ് ട്രെയിനിങ് കൊടുത്ത ഡോഗുകൾ കണ്ടാലും ഓരോ ഡോഗുകളുടെ ബിഹേവിയറിങ്ങും ഒക്കെ കണ്ട് പഠിക്കും. കാരണം അഡ്വാൻസ് ട്രെയിനിങ്ങിൻ്റെ ഗുണം. അഡ്വാൻസ് ട്രെയിനിങ് കഴിഞ്ഞ ഡോഗ്സുകൾ നല്ല ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അത് ഓണേഴ്സിന് നമ്മൾ വേറെയുള്ള ട്രെയിനിങ്ങുകൾക്ക് വന്ന് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി വേറെയുള്ള ബിഹേവിയറിങ്ങൊക്കെ ട്രെയിനിങ്ങിന് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാകും. അവരുടെ കുരുട്ട് ബുദ്ധികൾ അവരെടുക്കും. എല്ലാത്തിനുള്ള തടയിടാൻ അവർക്കറിയായിരിക്കും. കയ്യിൽ ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രം അനുസരിക്കുക, അല്ലെങ്കിൽ എക്സ്പെഷ്യലി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോയ്ക്ക് വേണ്ടിയിട്ട് അനുസരിക്കുക. അല്ലാത്ത സമയത്ത് ഇങ്ങനെ നമ്മളെ പറ്റിക്കുക. അതൊക്കെ നമുക്ക് ഈ മോഡേൺ ട്രെയിനിങ് മെത്തേഡിൽ കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൂ കേട്ടോ. നമ്മൾ പ്യുവർ ജർമ്മൻ പിന്നെ എല്ലാ ട്രെയിനിങ് മെത്തേഡുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാട്ടോ നമ്മുടേതായിട്ടുള്ളൊരു ഇത് ഈ മോണോ മാർക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓഫ് ലീഷും സോഷ്യലൈസേഷനും ഒക്കെ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ പല രീതിയിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോഗുകളും വേറെയുള്ള ഡോഗുകളൊക്കെ കാണുമ്പോഴൊക്കെയുള്ള പെട്ടെന്ന് തന്നെ ഒരു ആ ടെമ്പർ മൈൻഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് വിടാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. അത് ഫ്രീ കമാൻഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഉപകാരമാകും കേട്ടോ. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് നോക്കുകയാണ് എൻ്റെ ആശയം. ഇവൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഷെയർ കിടക്കുന്നത് ഇവരുടെ ഓണേഴ്സിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിൽ 1, 2, 3, 4, 5 ദിവസങ്ങളിലെ ഓണേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് വിത്ത് ഡോഗിൻ്റെ ബോഡി ലാംഗ്വേജ്, ഡോഗ്സിൻ്റെ പെർഫോമൻസ്, ഓണേഴ്സിൻ്റെ പെർഫോമൻസൊക്കെ കറക്റ്റായിട്ട് കാണണം. ഇതായിട്ട് മനസ്സിലാവും കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ. ഓണറിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഡോഗുകൾ വന്ന് പെറ്റ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഇവർ ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അഗ്രസീവായിട്ടുള്ള ഡോഗുകൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. പക്ഷേ അതൊരു സോഷ്യലൈസേഷൻ നല്ല രീതിയിലായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഡോഗിന് ഓണറുടെ അടുത്തോട്ട് വേറെയുള്ള ഡോഗുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അഗ്രസീവ് ആകും. കാരണം അത് ഓണറെ പ്രൊട്ടക്റ്റ് ചെയ്യണതാണ്. അപ്പോൾ ഓണറുടെ കോൺഫിഡൻസ് അവിടെ വളർന്നുണ്ട്. ഓണറുടെ കൺട്രോളിൽ നിൽക്കാം, ആൾക്കൊന്നും പറ്റില്ല, ഇൻഡിവിജ്വലായിട്ട് നിന്നാലും എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.